സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമല്ലാത്ത ശിരോവസ്ത്രം അഥവാ ഹിജാബ് ധരിച്ചേ വരൂവെന്ന് ഒരു വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കൾ വാശി പിടിച്ചതിൽ തുടങ്ങി പുറത്തുനിന്ന് ചിലർ സ്കൂളിലെത്തി തർക്കമുണ്ടാക്കുന്നതിൽ വരെ കാര്യമെത്തി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നേ? 4 മാസത്തേക്ക് കുട്ടി സെയിം ഇതിൽ തന്നെയാണ്, ഈ ഒരു നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു യൂണിഫോമിറ്റിയിൽ തന്നെയാണ് കുട്ടി വന്നിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുട്ടി വന്ന് കയറുമ്പോൾ നമ്മൾ പാരന്റ്സിനെ വിളിച്ചു. കുട്ടിയെ സേഫ് ആക്കിയിട്ടാണ് നമ്മൾ പാരന്റ്സിനെ വിളിച്ചത്. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ, ഈ പറയപ്പെടുന്ന സ്കൂള് ഏതെങ്കിലും രീതിയിൽ അവരുടേതായിട്ടുള്ള ഒരു ഭരണഘടന എഴുതി ചേർത്തുകൊണ്ട് ഇവിടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയൊന്നും അംഗീകരിക്കാൻ കഴിയില്ല, ഞങ്ങൾ എഴുതി തരുന്ന ഈ ഭരണഘടന അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അത് ഒരു മതേതര രാജ്യത്ത് പറയാൻ പറ്റും. പക്ഷേ ഇക്കാര്യത്തിൽ അവരല്ല, അത് കോടതികളും പലതവണ ഇക്കാര്യം പറഞ്ഞതുകൊണ്ടാണ്. അത് കോട്ട് ചെയ്താണ്. ഇവിടെ ശ്രീജിത്ത് സംസാരിച്ചപ്പോൾ അത് കോട്ട് ചെയ്തിരുന്നു, ഞാനും അത് പറഞ്ഞിരുന്നു. കേരള ഹൈക്കോടതിയുടെയും കർണാടക ഹൈക്കോടതിയുടെയും ഒക്കെ വിധികൾ നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം കേരളത്തിൽ 2018 കേരള ഹൈക്കോടതിയുടെ വിധിയാണ്. അന്നും ഏതാണ്ട് സമാനമായ ഒരു സംഭവമായിരുന്നു. അപ്പോൾ സ്കൂൾ മാനേജ്മെന്റുകൾ അവരുടേതായ ഭരണഘടന ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ പോലും അത് കോടതികളിൽ നിന്ന് അംഗീകാരം നേടുന്നുണ്ട്. ശ്രീ മുജീബ് റഹ്മാൻ, നിങ്ങൾ തർക്കം ഉന്നയിക്കുന്നുണ്ട്, പക്ഷേ ആ സ്കൂൾ മാനേജ്മെന്റുകൾ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് കീഴിൽ നിന്നുകൊണ്ടാണ് അവരുടെ ഭരണഘടന ഉണ്ടാക്കേണ്ടത്. രാജ്യത്തെ അല്ല, അത് ഭിന്നമായിരുന്നുവെങ്കിൽ കോടതികൾ മറിച്ച് വിധിച്ചേനെ. അല്ല, അത് ഭിന്നമായി അല്ല, അത് വ്യത്യസ്തമായിരുന്നുവെങ്കിൽ കോടതികൾ അത് കണ്ടേനെ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ, ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിം അവനിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതാണ്. അല്ലാതെ ഈ പറയപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സ്കൂള്, ഈ പറയപ്പെടുന്ന സെന്റ് റീത്താസ് സ്കൂള് എന്തെങ്കിലും എഴുതി വെച്ചാൽ അതനുസരിച്ച് ജീവിക്കേണ്ട ബാധ്യതയില്ല. അതിൽ ഒരു കാര്യം കൂടി ഞാൻ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി പറയുന്നു. ഇവിടെ സംസാരിച്ച ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, ഒരു സ്കൂളിലെ ഒരു യൂണിഫോം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിഫോം അംഗീകരിക്കാൻ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തയ്യാറാകണമെന്ന് പറഞ്ഞു. അവിടെ ഞാനിന്ന് വരുന്ന വഴിക്ക് ആ കുട്ടിയുടെ രക്ഷകർത്താവ് അനസുമായി ഞാൻ സംസാരിച്ചിരുന്നു. ഞാൻ പള്ളുരുത്തി SIയെ ഞാൻ ഫോണിൽ വിളിച്ചു, അദ്ദേഹത്തെ കിട്ടിയില്ല, ഫോണിൽ അൽത്താഫിനെ കിട്ടിയിരുന്നില്ല. അതിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുട്ടി ആ സ്കൂൾ അനുശാസിക്കുന്ന അതേ കളറുള്ള അതേ രീതിയിലുള്ള യൂണിഫോം തന്നെയാണ് കുട്ടി ഇട്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ മതം അനുശാസിക്കുന്ന രീതിയിൽ ആ കുട്ടിയുടെ തലയിൽ ഒരു തട്ടനിട്ടു. അതോടുകൂടി തന്നെ എനിക്ക് കാര്യം സൂചിപ്പിക്കാനുള്ളത്, ആ കുട്ടിയുടെ മതവിശ്വാസം അനുസരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവളുടെ മതവിശ്വാസം ഇവിടെ ഈ സ്കൂളിൻ്റെ യൂണിഫോമിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ നിന്റെ തലയിലുള്ള തട്ടൻ അഴിച്ചു വെച്ചിട്ടേ ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഏതെങ്കിലും RSSന്റെയോ അതില്ലെങ്കിൽ ഏതെങ്കിലും സംഘപരിവാറിൻ്റെയോ സ്കൂളിലല്ല. ഈ രാജ്യത്തെ മറ്റൊരു ന്യൂനപക്ഷമായ ക്രൈസ്തവ വിഭാഗം നടത്തപ്പെടുന്ന ആ ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിലുള്ള സെന്റ് റീറ്റാസ് സ്കൂളിലെ ഹെഡ് മിസ്സസ്, ആ പറയുന്ന ഹെഡ് മിസ്സസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കന്യാസ്ത്രീയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ കന്യാസ്ത്രീ ആയിട്ടുള്ള ആ ഹെഡ് മിസ്സസ് അവരുടെ മതത്തിന്റെ ശാസ്ത്രങ്ങൾ അനുസരിച്ചു കൊണ്ടുള്ള വേഷം ധരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ എൻ്റെ ഈ മതത്തിന്റെ ശാസന അനുസരിച്ച് കൊണ്ടുള്ള ഈ ശിരോവസ്ത്രം ഞാൻ ധരിക്കും, പക്ഷെ നീ അത് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇക്കാര്യമാണ് ഇന്ന് പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഹിജാബ് അവിടെ അനുവദിക്കണം എന്ന് ആവശ്യം ഉന്നയിക്കുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ്. കാരണം കന്യാസ്ത്രീകൾ അവിടെ ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് ഹിജാബിനെ വിലക്കുന്നത് എന്ന്. നോക്കൂ, അദ്ദേഹം ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നത് മതസ്വാതന്ത്ര്യം അനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് സ്കൂളുകളിൽ ഉൾപ്പെടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുവെന്നാണ്. അങ്ങനെ ഇല്ല. എല്ലാ ഇടങ്ങളിലും നമുക്ക് മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളത് അദ്ദേഹം ആദ്യം തന്നെ മനസ്സിലാക്കണം. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ ഒരാത്മാവിനെയും ചെറ്റിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കുകയില്ല. സ്കൂളുകളിൽ ഒരു സ്കൂളിന്റെ മാനേജ്മെന്റിന് അവർക്കിഷ്ടമുള്ള രീതിയിലത്തേക്കുള്ള യൂണിഫോം പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി തന്നെ അനുവാദം നൽകിയിട്ടുണ്ട്. അത് സ്കൂളുകളിൽ മാത്രമല്ല, തൊഴിലിടങ്ങളിലും അത് തന്നെയാണ്. അത് നമ്മുടെ നാട്ടിലുള്ള കോമൺ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ലോയാണ്. അതായത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ തൊഴിലിടങ്ങളിലോ തൊഴിലുടമയ്ക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിന് അവർക്കിഷ്ടമുള്ള യൂണിഫോം ഏതാണോ അത് നിഷ്കർഷിക്കാം. അതിൻ്റെ നിറം എല്ലാം അത് തന്നെയാണ് ഞാൻ ധരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പുറമെ ആ വസ്ത്രത്തിന്റെ ഭാഗമല്ലാത്ത മറ്റൊരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അത് യൂണിഫോമിന്റെ വയലേഷനാണ്. ഒന്നാമത്തെ കാര്യം. 2, ഒരു സ്കൂളിലേക്ക് ഒരു കുട്ടിയെ ചേർക്കുന്ന സമയത്ത് അവിടെയുള്ള രക്ഷകർത്താവിന് കൃത്യമായിട്ട് അറിയാം
ഈ സ്കൂളിലുള്ള യൂണിഫോം എന്താണ് എന്ന്. അതുകൊണ്ട് തന്നെ ആ യൂണിഫോം എൻ്റെ കുട്ടി കംപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മാനുവലിൽ 2 ഇടങ്ങളിലായി പ്രത്യേകം പറയുന്ന കാര്യത്തിൽ ഒപ്പിട്ടുകൊടുത്ത് എക്സ്പ്രസ് പെർമിഷനോട് കൂടിയിട്ട് ഈ കുട്ടിയെ സ്കൂളിൽ വിട്ടിട്ട് അത് പറ്റില്ല, എനിക്ക് എൻ്റെ ഇഷ്ടത്തിൽ മാത്രമേ കുട്ടിയെ വിടാൻ പറ്റൂ എന്ന് പറയുന്നത് ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ ഉറക്കം വരുന്നു. അടുത്തത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്നതിന് തന്നെ അതിന് വിലക്കുണ്ട് എന്നാണ്. പല സ്ഥലങ്ങളിലും അങ്ങനെയല്ല. ഇപ്പോൾ കർണാടകയിലെ കേസ് പരിഗണിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ കോടതി പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ തട്ടമിട്ട് പ്രവേശിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ക്ലാസ് നടക്കുന്ന സമയത്ത് ക്ലാസ് മുറിയിൽ വെച്ച് നിങ്ങൾക്ക് ഹിജാബ് ധരിക്കാൻ പറ്റില്ല എന്ന് മാത്രമാണ്. 3, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കന്യാസ്ത്രീ അവരുടെ മതപരമായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, ഹെഡ് മിസ്ട്രസ് അത് തന്നെയാണ് ധരിക്കുന്നത്, അവർക്കാകാം കുട്ടിക്കാവില്ല എന്നുള്ളതാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഈ യൂണിഫോം എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ കുട്ടികൾക്കാണ് ന്യൂണിഫോം, അല്ലാതെ ഇവിടെ പഠിപ്പിക്കുന്ന ആൾക്കാർക്കല്ല. എങ്ങനെയാണ് ഈ കന്യാസ്ത്രീകൾക്ക് ഈ സ്കൂൾ അനുവദിക്കപ്പെട്ട് കിട്ടുന്നത്? അത് ഇതേപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കാമെന്നുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് താങ്കൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ മൈനോറിറ്റീസിന് വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിനനുസരിച്ചാണ് നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ തന്നെ സ്കൂൾ നടത്തുന്നത്. അങ്ങനെ സ്കൂൾ നടത്തുന്ന സ്ഥലത്ത് അവരുടേതായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഹെഡ് മിസ്ട്രസിന് അവരുടെ മതവസ്ത്രമോ അവരുടെ ശിരോവസ്ത്രമോ ധരിക്കാം, ക്ലാസ് എടുക്കുന്ന ആൾക്കാർക്ക് ധരിക്കാം. പക്ഷെ എന്ന് കരുതി അതേപോലെ അല്ല അവിടെ വരുന്ന ആൾക്കാർക്ക്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഡ്രസ് കോഡ് ആർക്കാണോ ആപ്ലിക്കബിൾ അവരാണത് ചെയ്യുക. ഇപ്പോൾ നിങ്ങളൊരു കേസിൽ പ്രതിയായിട്ട് കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന വസ്ത്രം ധരിക്കണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഹാജരാകുന്ന അഭിഭാഷകന് ഒരു ഡ്രസ് കോഡ് ഉണ്ട്, അഭിഭാഷകന് അത് ധരിച്ചേ മതിയാകും. നിങ്ങളൊരു പരാതി പറയാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾക്ക് ധരിക്കാം. പക്ഷെ അവിടെ നിങ്ങളുടെ ഈ പരാതി കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിയിലാണെങ്കിൽ ഒരു വസ്ത്രം ധരിച്ചേ പറ്റൂ. അപ്പൊ എല്ലാ ആൾക്കാർക്കും ഈ യൂണിഫോം എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. ആർക്കാണോ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത് ആ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്ന ആൾക്കാരത് ചെയ്യണം. അതല്ലാതെ അതിന് ഈ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപിക ധരിച്ചിരിക്കുന്ന ശിരോവസ്ത്രത്തെയും പഠിക്കാൻ വരുന്ന കുട്ടി ധരിച്ചിരിക്കുന്ന ഹിജാബിനെയും തമ്മിൽ താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള തത്വം അറിയില്ല എന്നുള്ളതാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഈ ചർച്ചയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ന്യൂസ് 18 ചാനലിൽ വിളിച്ചിട്ടുള്ള ഈ ചർച്ചയിൽ ഈ 3 പ്രതിനിധികളും സംസാരിക്കുന്നത് ഈ ഹിജാബിന് വിരുദ്ധമായിട്ടുള്ള ഒരു സംസാരം. ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാടാ. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ ഹിജാബിന് വിരുദ്ധമെന്ന് പറയല്ലേ? ഹിജാബിന് വിരുദ്ധമായിട്ട് ആരും സംസാരിക്കുന്നില്ല. ഹിജാബ് ധരിക്കുന്നത് തെറ്റാണെന്നോ അല്ലല്ല, അങ്ങനെ ആരും സംസാരിച്ചിട്ടില്ല കേട്ടോ. ഹിജാബിന് വിരുദ്ധമായി രാജ്യത്തെ ഭരണഘടന രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, ഈ രാജ്യത്തെ മനുഷ്യർക്ക് അവരെന്ത് കഴിക്കണം, അവരെന്ത് ധരിക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. തിരിച്ച് ഞാനൊന്ന് കാര്യം ചോദിക്കട്ടെ. ഞാൻ വൈറ്റിലയിലാണ് എൻ്റെ സ്ഥാപനവും ഞാൻ അധികം നിൽക്കുന്നു. അവിടെ ഈ പറയപ്പെടുന്ന രീതിയിലൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നു. അവിടെ ലക്ഷ്യ എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. ആ ലക്ഷ്യ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഞാൻ എല്ലാ ദിവസവും കാണുന്ന ഒരു വിദ്യാർത്ഥിനിയുണ്ട്. അവർ കന്യാസ്ത്രീയാണ്. ആ ലക്ഷ്യ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ അവിടെ അതിൻ്റേതായിട്ടുള്ള യൂണിഫോം ഉണ്ട്. പക്ഷേ ആ കന്യാസ്ത്രീ ആയിട്ടുള്ള സഹോദരി അവരുടെ മതവിശ്വാസം അനുസരിച്ചുകൊണ്ട് ആ പെൺകുട്ടി ദിവസവും ആ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് ലക്ഷ്യ എന്ന് പറയുന്ന വൈറ്റിലയിലുള്ള അവരുടെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പഠിക്കുന്നതിന് അവിടെ ആ സ്ഥാപനം ഒരിക്കലും നിങ്ങളുടെ ആ ഈ പറയപ്പെടുന്ന ഹിജാബ് പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ശിരോവസ്ത്രം അഴിച്ചു വെക്കണമെന്ന് പറയുന്ന സാഹചര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അനാവശ്യ ചർച്ച. ഞാൻ ഈ ചർച്ചയിലേക്ക് വരണമെന്ന് തന്നെ ആഗ്രഹിച്ചില്ല. കാരണം ഇത്തരത്തിലുള്ള ചർച്ചകളുടെ അജണ്ട എന്താണ് എന്ന് വളരെ കൃത്യമായ രീതിയിൽ ബോധ്യമുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുക എന്നുള്ള അവസ്ഥയിൽ മാത്രമാണ് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇത്തരത്തിൽ ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കുകയും അങ്ങനെ തല്ലിക്കൊല്ലുക എന്നുള്ള കുറെ നാളുകളായിട്ടുള്ള നയത്തിന്റെ ഭാഗമായിട്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു കന്യാസ്ത്രീ യൂണിഫോം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് കന്യാസ്ത്രീയുടെ അതേ വസ്ത്രത്തിൽ തന്നെ പോകുന്നു എന്നുള്ളത്. ഇവിടെയാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്താണ്. അതുവരെ അംഗീകരിച്ചിരിക്കുന്നതാണ്. ഉദാഹരണത്തിന്
സിഖുകാരിൽ പിന്നെ മതവിശ്വാസമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതയാണ് ടർബൻ ധരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സിഖുകാർ പോലീസിലാണെങ്കിലും പട്ടാളത്തിലാണെങ്കിലും അവരുടെ ക്യാപ്പ് ധരിക്കുന്നതിന് പകരം അതേ നിറത്തിലുള്ള ടർബൻ ധരിക്കുന്നതിന് അവർക്ക് അനുമതിയുണ്ട്. പല സംസ്ഥാനങ്ങളിലും സിഖുകാർക്ക് മോട്ടോർ വാഹന നിയമങ്ങളിൽ പോലും എക്സംഷൻസ് ഉണ്ട്. അതായത് മറ്റുള്ള എല്ലാ ആൾക്കാരും ഈ ഹെൽമെറ്റ് ധരിക്കണമെങ്കിൽ സിഖുകാർക്ക് പല സംസ്ഥാനങ്ങളിലും ഹെൽമെറ്റ് ധരിക്കണ്ട. കാരണം എന്താണ്? അത് മതപരമായിട്ടുള്ളവരുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ്. പക്ഷേ ഈ കർണാടകയിലെ കേസിലാണെങ്കിലും കേരളത്തിലെ കേസിലാണെങ്കിലും സുപ്രീം കോടതി ഹിജാബ് വിഷയം പരിഗണിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പ്രശസ്തരായിട്ടുള്ള പല ഇസ്ലാം പണ്ഡിതന്മാരെയും സമീപിച്ച് എന്താണ് ഹിജാബിന്റെ അവസ്ഥ, അത് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ എന്ന് അവരോട് ആരാഞ്ഞിരുന്നു. ഒരാൾ പോലും കോടതിയിൽ അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞില്ല. പരക്കെ പറഞ്ഞിരിക്കുന്ന, ഇപ്പോൾ മഹല്ല് കമ്മിറ്റിയുടെ ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിനും അറിയാമായിരിക്കും, ഇസ്ലാമിലുള്ളത് 5 കാര്യങ്ങളാണ് അവിടുത്തെ മതപരമായിട്ടുള്ള അനിവാര്യത. അതിലൊന്ന് അള്ളാഹു എന്ന ദൈവത്തിലും പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയിലുമുള്ള വിശ്വാസവും അതല്ലാതെ മറ്റ് ദൈവമില്ല എന്നുള്ള ഒരു ചിന്തയാണ്. അതൊന്ന്. 2, 5 നേരം അവർക്ക് നിഷ്ഠ കൊടുത്തിരിക്കുന്ന നേരം ഏതാണോ ആ നേരങ്ങളിൽ ദിവസവും നിസ്കാരം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ERP. മൂന്നാമത്തേത് റമദാൻ മാസത്തിൽ അവർ നൊയമ്പെടുക്കുക എന്നുള്ളതാണ് അവരുടെ ERP. 4, ഏതൊരു മുസ്ലിമും അയാളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ചാരിറ്റിക്ക് കൊടുക്കണമെന്നുള്ള സക്കാത്താണ് 4-മത്തേത്. 5-മത്തേത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യണം എന്നുള്ളതാണ്. അതല്ലാതെ ഹിജാബ് ധരിക്കുക എന്നതോ ഏതെങ്കിലും തരത്തിലുള്ള ശിരോവസ്ത്രം ധരിക്കുക എന്നതോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയാണ്. എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കർണാടകത്തിലെ ആ വലിയ അന്തിമ വിധി പുറപ്പെടുവിച്ചത് കർണാടക ഹൈക്കോടതിയുടെ അന്തിമ വിധി. പക്ഷേ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഭിന്ന വിധിയും വന്നിട്ടുണ്ട് ശ്രീത്ത്, അല്ലേ? അതെ, സുപ്രീം കോടതി പിന്നെ വിധി വരികയും അതിനെ വിശാലമായിട്ടുള്ള ഒരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തു. പക്ഷെ ആ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് എന്താണ് ഒരു മതത്തിന്റെ അനിവാര്യത എന്ന് ഒരു കേരള മഹല്ല് ഫെഡറേഷന്റെ ഭാഗമായിട്ട് പേരിന്റെ താഴെ കേരള മഹല്ല് ഫെഡറേഷൻ എന്ന് എഴുതിയിരിക്കുന്ന ഒരാളിന് അറിയേണ്ടതാണ്. എന്നിട്ടും അത് അറിയാതെ വന്നിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ മനോഗതവും അവരുടെ ഇംഗിതവും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള യുക്തിയും ഇത് കാണുന്ന പ്രേക്ഷകർക്കുണ്ട് എന്ന് ഞാൻ പറയുന്നു.